السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലുകൾ കൂടുതലായി ചെയ്യുവാനുള്ള തൗഫീഖ് അള്ളാഹു തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതുപോലെയുള്ള ഒരു റമദാൻ മാസത്തിലായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രസിദ്ധമായ ബദർ യുദ്ധം നടന്നത്. ബദർ യുദ്ധത്തെക്കുറിച്ച് സ്മരിക്കുമ്പോൾ, ഓർക്കുമ്പോൾ വിശ്വാസികളുടെ ഹൃദയത്തിന് അത് എന്നും ആവേശവും ഈമാനികമായ കരുത്തും ലഭിക്കുന്ന ഒരു ചരിത്രമാണ്. ആ ബദർ ചരിത്രവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ എന്ന നിലയിൽ നമുക്ക് ലഭിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് വരുന്ന ചില ക്ലാസ്സുകളിൽ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബദർ യുദ്ധത്തെക്കുറിച്ച് ചെറുപ്പം മുതലേ കേട്ടവരും അതിൻ്റെ പ്രാഥമികമായ ചരിത്രങ്ങൾ ഉൾക്കൊണ്ടവരുമാണ് ഞാനും നിങ്ങളും. എന്നാൽ ഈ ബദർ യുദ്ധത്തിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളെക്കുറിച്ച് പലപ്പോഴും അറിയാതെ പോവുകയും വിസ്മരിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. ബദറിൻ്റെ പാഠങ്ങളിൽ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനമായതും തൗഹീദ് തന്നെയാണ്. 40 വർഷം മക്കക്കാർക്കിടയിൽ അൽ അമീനായി, അവർക്കേറെ പ്രിയപ്പെട്ടവനായി ജീവിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് മദീനയിൽ എത്തിയത്? നബിക്കേറെ പ്രിയപ്പെട്ട മക്ക ഉപേക്ഷിച്ച് മദീനയിലേക്ക് പലായനം ചെയ്യുവാനുണ്ടായ സാഹചര്യമെന്ത്? ചരിത്രം പരിശോധിച്ചാൽ ആ വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂട്ടത്തിലെ ആരെങ്കിലും വധിച്ചതിൻ്റെ പേരിലോ കൊള്ളയടിച്ചതിൻ്റെ പേരിലോ ആയിരുന്നില്ല നബിയുടെ കുടുംബത്തിൽപ്പെട്ട പലരിൽ നിന്നും, നബിയുടെ നാട്ടുകാരിൽപ്പെട്ട പലരിൽ നിന്നും നബിക്ക് എതിർപ്പുകൾ അനുഭവിക്കേണ്ടി വന്നത്. അതല്ലെങ്കിൽ അവരുടെ അധികാരമോ അവരിൽ നിന്ന് സാമ്പത്തികമായ എന്തെങ്കിലും നേട്ടമോ ആയിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനവുമായി, തൗഹീദിന്റെ പ്രബോധനവുമായി മുന്നോട്ട് പോകുമ്പോൾ മക്കക്കാർ നബിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് നബിയുമായി ചില കോംപ്രമൈസിന്റെ സംസാരങ്ങൾ നടത്തുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബീഅ വന്നുകൊണ്ട് പറയുന്നുണ്ട്, യാ ഇബ്ന അഖി, അല്ലയോ സഹോദരപുത്ര, വ ഇന്നക ഖദ് അതൈത ഖൗമക ബിഅംരിൻ അളീം ഫറഖ്ത ബിഹി ജമഅതഹും. നീ നിന്റെ സമൂഹത്തിലേക്ക് വളരെ ഗുരുതരമായ ഒരു ആദർശവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് മുഖേന അവരുടെ ഐക്യം നീ തകർത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ സ്വപ്നങ്ങളെ നീ ഒഴിവാക്കിയിരിക്കുകയാണ്. വഅബ്ബത്ത ബിഹി ആലിഹതഹും വദീനഹും, അവരുടെ ആരാധ്യന്മാരെയും അവരുടെ മതത്തെയും നീ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്.
വകഫർത ബിഹി മൻ മദാ മിൻ ആബാഇഹിം, അവരിൽ ജീവിച്ചു മരിച്ചുപോയ അവരുടെ പിതാക്കൾ കാഫിറുകളായിരുന്നു എന്നാണ് നീ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്മഅ മിന്നി, ഈ വലിയ ഒരു ആരോപണവുമായി കടന്നു വന്ന നിന്റെ മുന്നിൽ ചില കാര്യങ്ങൾ ഞാൻ നിന്നോട് പറയാം, ചില വാഗ്ദാനങ്ങൾ ഞാൻ നിനക്ക് നൽകാം. അത് നീ അംഗീകരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം നമുക്കിവിടെ സോൾവ് ചെയ്യാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അദ്ദേഹം ചില വാഗ്ദാനങ്ങൾ മുന്നിൽ വെക്കുകയാണ്. യാ ഇബ്ന അഖി ഇൻ കുൻത ഇന്നമാ തുരീദു ബിമാ ജിഅത ബിഹി മിൻ ഹാദൽ അംരി മാല, ഈ ആക്ഷേപവുമായി അവരുടെ ഭാഷയിൽ ഈ ആദർശവുമായി നീ കടന്നു വന്നത് സാമ്പത്തികമായ വല്ല നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ജമഅനാ ലക മിൻ അംവാലിന, ഞങ്ങളുടെ മുഴുവൻ സമ്പത്തും ഒരുമിച്ച് കൂട്ടി നിനക്ക് നൽകാം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധനികനായി നിന്നെ ഞങ്ങൾ മാറ്റാം. ഹത്താ തകൂന അക്സറനാ മാല വഇൻ കുൻത തുരീദു ബിഹി ശറഫൻ സവ്വദ്നാക അലൈന, നീ ആഠ്യത്വമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഞങ്ങളുടെ കൂട്ടത്തിലെ വലിയ ഷറഫ്, വലിയ മാന്യതയാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഞങ്ങളിലെ സയ്യിദായി, ഞങ്ങളുടെ നേതാവായി നിന്നെ ഞങ്ങൾ വാഴ്ത്താം. ഹത്താ ലാ നഖ്തഅ അംറൻ ദൂനക്, നീ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിന് മറുവാക്ക് ഉണ്ടാവുകയില്ല, നിന്നെ ആരും ധിക്കരിക്കുകയില്ല. ആ രീതിയിൽ നിന്നെ ഞങ്ങൾ സയ്യിദാക്കി മാറ്റാം. വഇൻ കുൻത തുരീദു ബിഹി മുൽക്കൻ, അതല്ല നീ അധികാരമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ അധികാരവും ഞങ്ങൾ നിനക്ക് നൽകാം. ഇനി അതുമല്ല, വഇൻ കാന ഹാദല്ലദീ യഅതീക റിയൻ തറാഹു ലാ തസ്തതിഉ റദ്ദഹു അൻ നഫ്സിക്, നിന്നെ ബാധിച്ചതു വല്ല ബാധയുമാണെങ്കിൽ, നിനക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം വല്ല പൈശാചികമായ ബാധയുടെ നിമിത്തമാണ് നീ ഈ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ, ഏറ്റവും നല്ല വൈദ്യരുടെ അരികിലേക്ക് കൊണ്ടുപോയി നല്ല ഡോക്ടറെ കാണിച്ച് നിന്നെ ഞങ്ങൾ ചികിത്സിക്കാം. അതിന് എത്ര സമ്പത്ത് ചെലവഴിക്കേണ്ടി വന്നാലും ഞങ്ങൾക്കത് പ്രശ്നമല്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് അവർ പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, സമ്പത്ത് വേണമെങ്കിൽ അത് നൽകാം, സ്ത്രീകളെ വേണമെങ്കിൽ ഏറ്റവും നല്ല സ്ത്രീകളെ നിനക്ക് ഞങ്ങൾ വിവാഹം ചെയ്തു തരാം, അതല്ല നിനക്ക് ഷറഫാണ്, നിനക്ക് അധികാരമാണ് വേണ്ടതെങ്കിൽ അതും നൽകാം. നീ ഈ പറയുന്ന ആദർശം തൗഹീദ് അത് നീ ഉപേക്ഷിക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറയുന്നുണ്ട്. പക്ഷേ പ്രവാചകന്റെ ലക്ഷ്യം അതായിരുന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ആരാധിക്കപ്പെടണമെന്ന കറകളഞ്ഞ തൗഹീദായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അംഗീകരിച്ചില്ല. ഞാൻ പറഞ്ഞു വന്നത്, ബദറിലേക്ക് മുസ്ലിങ്ങൾ എത്തിച്ചേരുവാനുണ്ടായ സാഹചര്യം എന്ത് എന്നത് ഒന്നാമതായി ബദറിനെ സ്മരിക്കുന്ന വേളയിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങൾക്ക് മക്കയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. തൗഹീദി പ്രബോധനവുമായി മുന്നിട്ടിറങ്ങിയപ്പോൾ പ്രവാചകനും സഹാബികൾക്കും ഒരുപാട് മർദ്ദനങ്ങളും പ്രയാസങ്ങളും ഏൽക്കേണ്ടി വന്നു. സങ്കടത്തോടു കൂടെയാണെങ്കിലും പ്രവാചകൻ മദീനയിലേക്ക് ഹിജ്റ പോയി. മദീനയിലും മുസ്ലിങ്ങളെ സൗകര്യമായി ജീവിക്കാൻ മക്കയിലെ മുശ്രിക്കുകൾ സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. അതിന്റെ ഭാഗമായി മദീനയെ അറ്റാക്ക് ചെയ്യാൻ, മദീനയെ ആക്രമിക്കാൻ, സമ്പത്ത് സ്വരൂപിക്കുന്നതിന് ഷാമിലേക്ക് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു കച്ചവട സംഘം പുറപ്പെട്ടു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരമറിയുകയും ആ കച്ചവട സംഘത്തെ തടുക്കുന്നതിന് വേണ്ടി 300ഓളം വരുന്ന സ്വഹാബികളുമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോവുകയാണ് ഉണ്ടായത്. ആ യാത്രാ സംഘത്തെ പ്രവാചകനെ തടുക്കാൻ സാധിച്ചില്ല. അവര് മറ്റൊരു വഴിയിലൂടെ മക്കയിലേക്ക് പുറപ്പെട്ടു. വിവരം മക്കക്കാരെ അറിയിക്കുകയും മക്കയിൽ നിന്ന് അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000ഓളം വരുന്നൊരു സൈന്യം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പ്രവാചകന്റെ സ്വഹാബികളെയും എതിരിടുന്നതിന് വേണ്ടി മക്കയിൽ നിന്ന് മദീനയെ ലക്ഷ്യം വെച്ച് കൊണ്ടുവന്നു. ഈ രണ്ട് സംഘവും ഏറ്റുമുട്ടിയ അല്ലെങ്കിൽ കണ്ടുമുട്ടിയ സ്ഥലമാണ് ബദർ എന്ന് പറയുന്നത്. ബദർ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിനുള്ള പേരാണെന്നും, അതല്ല അവിടെ ഒരു കിണറുണ്ടായിരുന്നു, ആ കിണറിന്റെ പേരാണ് എന്നുമെല്ലാം
ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ബദറിലേക്ക് ബദറിലേക്ക് വരുമ്പോൾ അബൂജഹലിന്റെ ഒരു പ്രാർത്ഥന ചരിത്രത്തിൽ നമുക്ക് കാണാം. അബൂജഹൽ കഅബയിൽ ചെന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ വഖ്തഅ റഹിം വആതാനാ ബിമാ ലം യുഅറഫ് വഅഹ്നിഹിൽ യൗം. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബബന്ധം വിച്ഛേദിച്ചവനെ, ഞങ്ങൾക്കോ ഞങ്ങളുടെ പിതാക്കന്മാർക്കോ കേട്ടു പരിചയമില്ലാത്തൊരു പുതിയ ആദർശവുമായി കടന്നു വന്നവനെ ഇന്ന് നീ തകർത്ത് കളയണമേ. ആരാണ് പ്രാർത്ഥിക്കുന്നത്? അബൂജഹലിന്റെ പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥന? അല്ലാഹുവേ, അല്ലാഹുമ്മ, അല്ലാഹുവേ, കുടുംബബന്ധം വിച്ഛേദിച്ചവനെ, ഞങ്ങൾക്ക് പരിചയമില്ലാത്തൊരു ആദർശവുമായി ഞങ്ങളിലേക്ക് കടന്നു വന്നവനെ, ഞങ്ങളുടെ ഐക്യത്തെ തകർത്തവരെ ഇന്ന് നീ പരാജയപ്പെടുത്തണമേ എന്ന് അബൂജഹൽ കഅബയുടെ അരികിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതേസമയം ബദറിന്റെ ഭൂമിയിലിരുന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുദീർഘമായി കൈകൾ ഉയർത്തി അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി. അല്ലാഹുവേ, നീ എനിക്ക് വാഗ്ദാനം നൽകിയത് നീ ഇപ്പോൾ എനിക്ക് നൽകണമേ. ആ വാഗ്ദാനം നീ എനിക്ക് നൽകിയിട്ടില്ല എങ്കിൽ അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം. മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ ഈ ചെറിയ സംഘമെങ്ങാനും ഇന്ന് ഇവിടെ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫലാ തുഅബദ ഫിൽ അർദി അബദ, ഭൂമിയിൽ പിന്നെ നിന്നെ മാത്രം ആരാധിക്കുന്നവർ ഉണ്ടാവുകയില്ല. നോക്കൂ നിങ്ങൾ, ശത്രുക്കളുടെ നേതാവ് അബൂജഹലും നമ്മുടെ നേതാവ് ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രാർത്ഥനയാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക. രണ്ട് കൂട്ടരും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. പിന്നെ എന്താണ് പ്രശ്നം? എവിടെയായിരുന്നു മുസ്ലിങ്ങളും മുശ്രിക്കുകളും തമ്മിൽ വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന വിഷയം എന്തായിരുന്നു? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ക്ഷണിച്ചതും പ്രവാചകൻ പ്രബോധനം ചെയ്തതും അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നതായിരുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, ഞങ്ങൾ നിന്നെ മാത്രമാണ് ആരാധിക്കുന്നതെന്നും ഞങ്ങൾ നിന്നോട് മാത്രമാണ് സഹായം തേടുന്നതെന്നുമായിരുന്നു ഇസ്ലാമിന്റെ ആദർശം. എന്നാൽ മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ അവർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനെ അവർക്കറിയാം. ഈ ലോകത്ത് സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് വിശ്വസിക്കുന്നവരാണ് അബൂജഹൽ. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണെന്ന് വിശ്വസിക്കുന്നവരാണ് ഉത്ബ. ഈ ലോകത്തെയും അതുപോലെ തന്നെ ചന്ദ്രനെയും സൂര്യനെയും എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണെന്ന് വിശ്വസിച്ചവരാണ് മക്കയിലെ മുശ്രിക്കുകൾ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അള്ളാഹു തആല ഖുർആനിലൂടെ തന്നെ ആ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ അശ്-ശംസ വൽ ഖമർ. ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? ആരാണ് സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നത്? അവരുടെ മറുപടി എന്താ? ലയഖൂലുന്നല്ലാഹ്. തീർച്ചയായും യാതൊരു സംശയവുമില്ല, അത് അള്ളാഹുവാണ്. ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ ആരാണ്? ഭൂമിയിൽ സസ്യങ്ങളെ മുളപ്പിക്കുന്നവൻ ആരാണ്? അവരുടെ മറുപടി അള്ളാഹ് എന്നത് തന്നെയായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ആരോടായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്? അബൂജഹലിന്റെ പ്രാർത്ഥന നമ്മൾ വായിച്ചില്ലേ? അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞു, ഫഇദാ റകിബു ഫിൽ ഫുൽക്. അവരെങ്ങാനും വല്ല കപ്പലിലും സഞ്ചരിക്കുകയാണെങ്കിൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കപ്പലെ കാറ്റിൽപ്പെട്ട് തകരാൻ പോകുന്ന അവസ്ഥയുണ്ടായാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മുസ്ലിങ്ങളെ പറ്റിയല്ല ഈ പറയുന്നത്, മുശ്രിക്കുകളെ പറ്റിയാണ്. ആത്മാർത്ഥമായി അവർ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കും. എന്നാലോ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. അവിടെ നിന്ന് അവർ കരയിലേക്ക് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ
അള്ളാഹുവിൻ്റെ കൂടെ മറ്റുള്ളവരോടും അവർ പ്രാർത്ഥിക്കുമെന്ന്, ശിർക്ക് ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് തന്നെ വായിച്ചെടുക്കാൻ പറ്റും. അബൂജഹലിന്റെ പ്രാർത്ഥനയായി അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചത് അങ്ങനെയാണ്. അബൂജഹലാണ് ഇത് പ്രാർത്ഥിച്ചതെന്ന്. എന്താണ് ആ പ്രാർത്ഥന എന്നറിയോ? വഇദാ ഖാലു അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക്. അല്ലാഹുവേ, മുഹമ്മദ് പഠിപ്പിക്കുന്ന ഈ ആദർശം, തൗഹീദിന്റെ ഈ ആദർശം, അല്ലാഹുവേ മുഹമ്മദ് പറയുന്നത് പോലെ നിന്നിൽ നിന്നാണുള്ളതെങ്കിൽ, നീയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആദർശം ഇറക്കി കൊടുത്തതെങ്കിൽ, ഫംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ അവ ഇഅ്തിനാ ബിഅദാബിൻ അലീം. ഞങ്ങളുടെ മേൽ നീ അതിന്റെ തെളിവായി ഒരു കല്ലുമഴ ഞങ്ങളുടെ മേൽ നീ വർഷിപ്പിക്കണമേ, അതല്ലെങ്കിൽ വലിയ കഠിനമായ ശിക്ഷ നീ ഞങ്ങളെ ബാധിപ്പിക്കണമേ. എന്താ പ്രാർത്ഥന? അല്ലാഹുവേ, മുഹമ്മദ് പറയുന്നത് നിന്നിൽ നിന്ന് വന്ന ആദർശമാണെങ്കിൽ, ഏതെങ്കിലും അള്ളയല്ല, മുഹമ്മദ് നബി പറയുന്നു ഇത് തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ രക്ഷിതാവിൽ നിന്ന് അവതീർണമായതാണ് ഈ ഖുർആൻ എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് ശരിയാണെങ്കിൽ, റബ്ബേ നിന്നിൽ നിന്നാണെങ്കിൽ നീ ഞങ്ങൾക്ക് കല്ലുമഴ വർഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതാരാ? അബൂജഹലായിരുന്നു. അപ്പൊ അള്ളാഹുവിനെ പരിചയമില്ലാത്തവരായിരുന്നില്ല മക്കയിലെ മുശ്രിക്കുകൾ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവരായിരുന്നില്ല മക്കയിലെ മുശ്രിക്കുകൾ. എന്താണ് അവരുടെ പ്രശ്നം? അതും പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വഇദാ ദുകിറല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. അല്ലാഹനെ മാത്രം പറയപ്പെട്ടാൽ മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ പ്രയാസങ്ങൾ ഉരുണ്ടുകൂടും, പ്രയാസങ്ങൾ കഠിനമാകും, ദേഷ്യം ഇരച്ചു കയറും. എന്താ പ്രശ്നം? ദുകിറല്ലാഹു വഹ്ദഹു, അല്ലാഹ് മാത്രമെന്ന് പറഞ്ഞാൽ, അള്ളാഹിനോട് മാത്രം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല, അള്ളാഹിനോട് മാത്രം സഹായം തേടണം എന്ന് പറഞ്ഞാൽ അവർക്കത് ഇഷ്ടമല്ല, അള്ളാഹ്ക്ക് മാത്രം നേർച്ചർപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവർക്കത് ഇഷ്ടമല്ല, അള്ളാഹുവിൽ മാത്രം വരമേൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവർക്കത് ഇഷ്ടമല്ല. അവിടെ അവർക്ക് ദേഷ്യം വരും, അവർക്ക് പ്രയാസമുണ്ടാകും, അതിനെതിരെ സംസാരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രബോധനവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അബൂജഹൽ പിന്നാലെ ചെല്ലും. അവന് ഭ്രാന്താണ്, എന്റെ സഹോദരന്റെ പുത്രനാണ്, അവന് കുറച്ചു കാലമായി തലക്ക് സ്ഥിരതയില്ല, അതുകൊണ്ട് നിങ്ങൾ അവൻ പറയുന്നത് കേൾക്കരുതെന്ന് പറഞ്ഞ് അതിനെതിരെ സംസാരിക്കും. എന്താ പ്രശ്നം? അള്ളാഹുവിനോട് മാത്രം എന്നതാണ് പ്രശ്നം. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്കത് പ്രശ്നമല്ല, അള്ളാഹ്ക്ക് മാത്രം എന്ന് പറഞ്ഞാൽ, അതാണ് ഖുർആൻ പറഞ്ഞത് ദുകിറല്ലാഹു വഹ്ദഹു. തൊട്ട് ശേഷം അല്ലാഹു തആല പറഞ്ഞു വഇദാ ദുകിറല്ലദീന മിൻ ദൂനിഹി, അള്ളാഹ്ക്ക് പുറമെയുള്ള ആളുകളെ കൂടെ ചേർത്ത് പറഞ്ഞാലോ, അള്ളാഹുവിന്റെ വലികളെ പറ്റിയോ അള്ളാഹുവിന്റെ ശരീക്കന്മാരെ പറ്റിയോ ചേർത്തു പറഞ്ഞാൽ ഇദാഹും യസ്തബ്ശിറൂൻ, അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അവർക്ക് പിന്നെ ഒരു പ്രശ്നമില്ല. അപ്പൊ അള്ളാഹുവിനെ പറ്റി മാത്രം പറയുന്നതായിരുന്നു അവരുടെ പ്രശ്നം. എന്നാൽ അള്ളാഹുവിന്റെ കൂടെ അവർ ചേർത്തു പറഞ്ഞ ഈ വലികൾ ആരാണ്? അവരുടെ ആരാധ്യന്മാരാരായിരുന്നു? ഒന്ന് ഇബ്രാഹിം നബി ആയിരുന്നു, മറ്റൊന്ന് ഇസ്മായിൽ നബി ആയിരുന്നു, മറ്റൊന്ന് ലാത്തയായിരുന്നു, ഉസ്സയായിരുന്നു, മനാത്തയായിരുന്നു. ഇവരൊന്നും ചില്ലറക്കാരായിരുന്നില്ല, അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്, അള്ളാഹുവിന്റെ വലിയകളാണ്. നൂഹ് നബി അലൈഹി സ്വലാമിയുടെ ജനതയും ഇതുപോലെ തന്നെയായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൂഹ് നബിയുടെ ജനത ആരാധിച്ചിരുന്ന വദ്ദ്, സുവാഅ്, യഗൂസ്, നസ്ർ തുടങ്ങിയ ആരാധന്മാരെ പറ്റി പറയുന്നുണ്ട്. ഇവർ അവരുടെ കൂട്ടത്തിലെ സ്വാലിഹീങ്ങളായിരുന്നു, ഔലിയാക്കളായിരുന്നു. ഇതുപോലെ മക്കയിൽ ഉണ്ടായിരുന്ന ലാത്തയും ഉസ്സയും മനാത്തയും എല്ലാം നന്മ പ്രവർത്തിച്ചിരുന്ന, തിന്മകൾ ചെയ്യാതിരുന്ന നല്ല നല്ല മനുഷ്യന്മാരായിരുന്നു. അവരുടെ ഇടയിൽ ജീവിച്ചു മരിച്ചുപോയ ഹാജിമാരായി വിദേശികൾ വരുമ്പോൾ അവർക്കുള്ള ഭക്ഷണവും പാനീയവും ഒരുക്കി കൊടുത്തവരായിരുന്നു ലാത്തയും ഉസ്സയും മനാത്തയും എല്ലാം എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്.
ഇവരെയായിരുന്നു അള്ളാഹുവിന് പുറമെ അവർ പ്രാർത്ഥിച്ചിരുന്നത്. എന്തായിരുന്നു ഇവരെ പറ്റി അവരുടെ വിശ്വാസം? ഇവർ അള്ളാഹുവിനെ പോലെ തന്നെ കഴിവുള്ള ഒരു അള്ളാഹു ആണ് എന്നാണോ? സ്വന്തമായി കഴിവുള്ളവരായിരുന്നു എന്നതാണോ? അതുമായിരുന്നില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ അരികിൽ ഇരിക്കുമ്പോൾ മക്കയിലെ മുശ്രിക്കുകളെ ഹജ്ജ് ചെയ്യുകയാണ്. ഹജ്ജ് ചെയ്യുമ്പോൾ അവർ തൽബിയത്ത് ചൊല്ലും. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. എന്താണ് അവരുടെ തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. നമ്മൾ ചൊല്ലുന്ന തൽബിയത്തിന്റെ ആദ്യ വചനങ്ങൾ അതുപോലെ തന്നെ അവരും ചൊല്ലിയിരുന്നു. മുശ്രിക്കുകളുടെ തൽബിയത്താണ് ഈ പറയുന്നത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലാ ശരീക ലക്, അല്ലാഹുവേ നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. കേൾക്കുമ്പോ പറയും നിർത്തി, ഇനി പറയല്ലേ വൈലക്, നാശം, ഇവിടുന്ന് അങ്ങോട്ടുള്ളത് നിങ്ങൾ പറയരുത്, കാരണം ഇത് തൗഹീദാണ്. പക്ഷേ തുടർന്ന് അവർ പറയും ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. ഇതാണ് ശിർക്ക്. എന്താണ് അവർ പറഞ്ഞത്? ഇല്ലാ ശരീകൻ, ഒരു തരം പങ്കുകാരുണ്ട്. ആരാണവർ? ഹുവ ലക്, അവർ നിന്റെതാണ്, നീ സൃഷ്ടിച്ചവരാണവർ. നിന്റെ ഇഷ്ടപ്പെട്ട, നീ ഇഷ്ടപ്പെടുന്ന, നീ സൃഷ്ടിച്ച നിന്റെ പടപ്പുകളാണവർ. ഹുവ ലക് തംലികുഹു വമാ മലക്. തംലികുഹു, അതിനെ നീയാണ് ഉടമപ്പെടുത്തുന്നത്. ആരെ? ഇബ്രാഹിം നബിയെ, ഈസാ നബിയെ, ഇസ്മായിൽ നബിയെ, ലാത്തയെ, ഉസ്സയെ, മനാത്തയെ, ഇതെല്ലാം ഉടമപ്പെടുത്തുന്നത് നീയാണ്. വമാ മലക്, ഇനി അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതിന്റെ ഉടമസ്ഥാവകാശവും നിനക്ക് തന്നെയാണ്. സ്വയമായി ഒരു കഴിവോ സ്വന്തമായി എന്തിനേയും സൃഷ്ടിക്കുകയോ സ്വന്തമായി കഴിവോ ഉള്ള പങ്കുകാരല്ല നിനക്കുള്ളത്. സ്വയം കഴിവില്ലാത്ത, നീ കൊടുത്ത കഴിവ് കൊണ്ട് മാത്രം സഹായിക്കുന്ന പങ്കുകാര് മാത്രമാണ് നിനക്കുള്ളതെന്ന് പറഞ്ഞതും പ്രഖ്യാപിച്ചതും മക്കയിലെ മുശ്രിക്കായിരുന്നു. ഇതാണ് ബദ്റിൽ ഏറ്റുമുട്ടിയ രണ്ട് ആദർശം എന്ന് പറഞ്ഞത്. ഇവിടെയായിരുന്നു പ്രശ്നം. അള്ളാഹുവിനെ പരിചയമില്ലാത്തതായിരുന്നില്ല അവരുടെ പ്രശ്നം. അള്ളാഹുവിലേക്ക് അടുക്കാൻ പാപികളായി നമുക്ക് സാധ്യമല്ല എന്നതായിരുന്നു മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം. നമുക്കൊരു റെക്കമെൻഡേഷൻ വേണം, നമ്മളൊക്കെ പാപികളാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അള്ളാഹുവിന്റെ ദാസന്മാരുടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് പറ്റണം. സൂറത്തു സുമറിൽ മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം പഠിപ്പിക്കുകയാണ്. ഞങ്ങൾ ഇവരെ പ്രാർത്ഥിക്കുന്നത്, ഇവരോട് ആരാധനകൾ അർപ്പിക്കുന്നത് അള്ളാഹുവിന് പുറമെ സ്വയം കഴിവില്ലാത്ത, അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് മാത്രം സഹായിക്കുന്ന ലാത്തിനോടും ഉസ്സയോടും മനാത്തയോടും ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ഈ ആരാധ്യന്മാരെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചതും ആരാധിച്ചതും എന്തിനാണ്? അവരുടെ വാദം എന്തായിരുന്നു? വയഖൂലൂന ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് അള്ളാഹിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് പറയും. എന്റെ മുരീദാരും നരകത്തിയിലില്ലെന്ന് നരകത്തേക്കാക്കും മലക്കു പറഞ്ഞോവർ എന്നല്ലേ നമ്മുടെ നാട്ടിൽ പലരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണേ. മുരീദായ മതി, അള്ളാഹിന്റെ മുന്നിൽ ഇവരൊക്കെ റെക്കമെൻഡ് പറയുന്നതാണ്. ആ റെക്കമെൻഡിന് വേണ്ടിയായിരുന്നു ഇവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, ഇവിടുത്തെ പ്രശ്നം ബദ്റിൽ ഏറ്റുമുട്ടിയത് അള്ളാഹുവിനോട് മാത്രം ഇബാദത്ത്, അള്ളാഹ്ക്കു മാത്രം സഹായത്തേട്ടം, അള്ളാഹുവിനോട് മാത്രം ദുആ ഇരക്കുക എന്ന ഇസ്ലാമിന്റെ ആദർശവും അള്ളാഹുവിനോടും അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരോടും നമുക്ക് പ്രാർത്ഥിക്കാം, സഹായം തേടാം, ആരാധിക്കാമെന്ന മുശ്രിക്കിന്റെ ആദർശവുമായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം.
ഇന്ന് ബദ്റെ അനുസ്മരിക്കുന്ന മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്? വളരെ ഖേദകരമാണ്. ആരെങ്കിലും ആക്ഷേപിക്കാനോ പറഞ്ഞു ജയിക്കാനോ അടിച്ചു തോൽപ്പിക്കാനോ വേണ്ടിയല്ല. പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ആലോചിക്കുക, ചിന്തിക്കുക. റമദാൻ 15 ഇന്ന്. റമദാൻ 17 നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളും ബദറിന്റെ പേരിൽ നടത്തുന്ന നേർച്ചകളും അതിന്റെ പേരിൽ നടക്കുന്ന മൗലൂദുകളിലും നമ്മൾ ചൊല്ലി പറയുന്നത് എന്താണ്? ആലോചിച്ചിട്ടുണ്ടോ? ബദറിന്റെ മൗലിദിന്റെ വരികളിൽ നമുക്ക് കാണാം, യാ മൻ ബിഹി ഹല്ലർരിദ വമൻ ബിഹിം നകിദ ഖുൽ നാദിയൻ മുസ്തൻജിദ യാ അഹ്ല ബദരി ശുഹദ. ആർക്കാണോ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്, ആരാണോ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉള്ളത്, അവൻ വിളിക്കട്ടെ, അള്ളാനെ വിളിക്കട്ടെ എന്നല്ല, യാ അഹ്ല ബദരി ശുഹദ, ബദരീങ്ങളെ എന്നവൻ വിളിച്ചു കൊള്ളട്ടെ എന്നാണ്. ആലോചിച്ചു നോക്കണം. നമ്മള് മുസ്ലിമായി ജീവിക്കാൻ ലഭിച്ച ഭാഗ്യം, അതിനെ തച്ചുകെടുക്കാൻ നമ്മൾ നിന്നുകൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ വീണ്ടും അതിന്റെ വരികളിൽ കാണാം, യാമൻ ബിഹി മർറുൽ ബലാ, ബലാകൾ ബാധിച്ചവനെ, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിട്ടവനെ, വദാഖ ഖൽബുൻ വജല, പ്രയാസങ്ങൾ കാരണം ഹൃദയം കടുത്തുപോയവനെ, പ്രയാസപ്പെടുന്നവനെ എന്ത് ചെയ്യണം എന്നറിയോ? കുൽ മുസ്രിഅൻ മുഹർവിലൻ, വളരെ വേഗത്തിൽ നീ പറഞ്ഞോ, നീ വിളിച്ചോ, യാ അഹ്ല ബദരി ശുഹദ, ബദരീങ്ങളെ എന്ന് വിളിച്ചോ. പരിശുദ്ധ ഖുർആനിൽ ബദരീങ്ങളെ പറ്റി പറയുന്നിടത്ത് അല്ലാഹു തആല പറയുന്ന ഒരു വചനമുണ്ട്. ബദരീങ്ങൾ സ്വർഗത്തിന്റെ ആരാമങ്ങളിൽ വിരാജിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നതാണ്, അള്ളാഹുവെ ഒന്നുകൂടെ ഭൂമിയിലേക്ക് ഞങ്ങളെ പറഞ്ഞയച്ച് നിന്റെ മാർഗത്തിൽ ഷഹീദാകാനുള്ള ഒരു ഭാഗ്യം കൂടെ നീ ഞങ്ങൾക്ക് തരുമോ എന്ന് അവരുടെ ആഗ്രഹമാണ്. അള്ളാഹു എങ്ങാനും ആ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുത്ത് ഇന്ന് നമുക്കിടയിൽ ബദരീങ്ങൾ ഇറങ്ങി വരികയാണെങ്കിൽ ആരോടായിരിക്കും അവർ യുദ്ധം ചെയ്യാന്ന് ആലോചിച്ചു. ആരോടായിരിക്കും അവർ യുദ്ധം ചെയ്യുക? അവരവരുടെ ജീവൻ ത്യജിച്ചത് അള്ളാഹുവിന് മാത്രമെന്ന തൗഹീദിന്റെ ആദർശത്തിന് വേണ്ടിയാണ്. അവരെ സ്നേഹിക്കുന്നു, അവരുടെ ആളുകളാണെന്ന് പറയുന്ന നമ്മൾ, അവർ ഏതൊരു ആദർശത്തെയാണോ എതിർത്തത്, അതേ ആദർശം അവരുടെ പേരിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയാണെന്നുള്ളത് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ചരിത്രം ആവർത്തിക്കുന്നത് പോലെ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് ആ സമൂഹത്തെ പഠിപ്പിച്ചു. ഈസാ നബിയുടെ കാലശേഷം ഇല്ല, ഞങ്ങൾ ഈസാ നബിയാണ് ആരാധിക്കുക എന്ന് പറഞ്ഞ് ഒരു ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു പുതിയ മതം അതിനുശേഷം രൂപപ്പെട്ടു വന്നു. ഇതുപോലെയുള്ള ആദർശ വ്യതിയാനങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ ഈ ബദറിന്റെ വേളയിൽ, ബദരീങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ അയവിറക്കുന്ന വേളയിൽ ഒന്നാമതായി ഈ ബദറിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠെന്ന് പറഞ്ഞാൽ അത് തൗഹീദ് അനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളും ചിലപ്പോൾ നടക്കുന്നുണ്ടാകും. ബദറുമായി ബന്ധപ്പെട്ട ഇൻഷാ അല്ലാഹ് അതിന്റെ മറ്റു ഭാഗങ്ങൾ ഞാൻ മറ്റു ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. അതിന്റെ ബിദ്അത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ, അനാചാരവും ദുരാചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. പക്ഷെ അതിൽ ഈ ചൊല്ലിപ്പറയുന്ന ഈ വരികളും ഈ വാക്കുകളും നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് പ്രശ്നം എന്നറിയോ? നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അള്ളാനെയാണ്. അള്ളാനെ പഠിപ്പിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമാണിത്. സമൂഹത്തിന് അള്ളാനെ പറ്റി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെയുള്ള ആളുകളെ പറ്റി പറയുന്നിടത്ത് ഉപയോഗിച്ച 2 പദങ്ങളുണ്ട്. മാ ഖദ്റുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. മുൻകഴിഞ്ഞു പോയ മുശ്രിക്കുകളെ പറ്റി പറയുന്നിടത്ത് അല്ലാഹ് പറഞ്ഞാണ്, എന്തുകൊണ്ടാണ് ഇവർ ശിർക്ക് ചെയ്യുന്നത്? അള്ളയാണ് ആകാശത്തെ സൃഷ്ടിച്ചോന്നും ഭൂമിയെ സൃഷ്ടിച്ചോന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഫഅന്നാ യുഫകൂൻ, പിന്നെ എങ്ങനെ നിങ്ങൾ തെറ്റിപ്പോയി ശിർക്കിലേക്ക് അകപ്പെടുന്നത്? അവിടെ അള്ളാഹ് പറഞ്ഞത് വമാ ഖദ്റുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അള്ളാനെ മനസ്സിലാക്കേണ്ട പ്രകാരം അവർ മനസ്സിലാക്കിയില്ല എന്നാണ്. മറ്റൊരായത്ത് പറഞ്ഞു മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, എന്തു പറ്റി നിങ്ങൾക്ക്? അള്ളാഹ്ക്ക് നിങ്ങൾ എന്തൊരു ഗാംഭീര്യം കാണാത്തത്? നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ അള്ളാനെ വിട്ടിട്ട് ബദരീങ്ങളെയും മമ്പർത്ത തങ്ങളെയും ഉഹദീങ്ങളെയും ശുഹദാക്കളെയും ഔലിയാക്കളെയും
നമ്മുടെ നാട്ടിൽ ജീവിച്ചു മരിച്ചുപോയ പല ആളുകളെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ച് അവരിൽ ഭരമേൽപ്പിക്കുന്ന നിങ്ങൾ, മാ ഖദ്റുല്ലാഹ ഹഖ ഖദ്രി, അള്ളാനെ നിങ്ങളൊരു കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയില്ലേ? ഈ ലോകത്ത് സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന എല്ലാത്തിനും കഴിവുള്ള റബ്ബന്റെ കൂടെ ഉണ്ടായിരിക്കെ എനിക്കെന്തിനാണ് ഈ അശക്തരായിട്ടുള്ള ആളുകൾ? ഖുർആന്റെ ഒരു പ്രയോഗം കാണാം ഇങ്ങനെയുള്ള ആളുകളെ പറ്റി. ചോദിക്കുന്നവൻ അശക്തനാണ്, അതുകൊണ്ടാണല്ലോ ചോദിക്കണേ. എന്നാ ചോദിക്കപ്പെടുന്നവനോ അവനും അശക്തൻ. എനിക്ക് കുറച്ച് കാശ് കടം ആവശ്യമുണ്ട്, ഒരു പൈസ ഇല്ലാതെ ജോലി ഇല്ലാത്ത ഒരാളെടുത്ത് പോയി ഞാൻ പൈസ ചോദിക്കും? അത് ഉള്ളവനോടല്ലേ ചോദിക്കുള്ളൂ. അള്ളാഹുവിന്റെ കൂടെ ഉണ്ടായിരിക്കെ, എന്റെ റബ്ബന്റെ കൂടെ ഉണ്ടായിരിക്കെ എനിക്കെന്തിനാണ് മറ്റൊരാൾ എന്ന് നമ്മൾ ചിന്തിക്കണം, എന്ന് ആലോചിക്കണം. ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ അള്ളാഹുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ആരെങ്കിലും തോൽപ്പിക്കാനോ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്താനോ വേണ്ടിയല്ല. ആത്മാർത്ഥമായിട്ടാണ് മനസ്സിലാക്കിയ സത്യം നിങ്ങളുമായി ഷെയർ ചെയ്തതാണ്. നിങ്ങൾക്ക് പഠിക്കാം, ചിന്തിക്കാം, ആലോചിക്കാം, എന്നിട്ട് സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.